അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും പണിക്കിറങ്ങി കേട്ടോ. ഇതേ ആ നടന്നു പോകുന്നതാണ് മുതലാളി. ഇന്ന് ആദ്യം കിട്ടിയത് ഒരു പഞ്ചർ വർക്കായിരുന്നേ. അതുകൊണ്ട് പഞ്ചർ ഒട്ടിക്കാൻ ഒരു ഷോപ്പിൽ ടയർ കൊടുത്തതിന് ശേഷം ഒരു ചെറിയ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പഞ്ചർ ഒട്ടിച്ച ടയറും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. അവിടുത്തെ ആ വണ്ടിയുടെ ടയറും മാറി അവിടുന്ന് അടുത്ത പണിക്ക് പോവാണ് കേട്ടോ. ഇവിടെ സമയം വളരെ വിലപ്പെട്ടതാണ്. എത്രത്തോളം വർക്ക് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം വർക്ക് പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ അവിടുത്തെ വർക്ക് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്കാണ്. അതിന് മുമ്പേ കുറച്ച് ഫുഡ് കഴിക്കണം. ഇപ്പൊ തന്നെ നല്ല സമയം കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി. ആദ്യം തന്നെ ഒരു വാഴയില നമ്മുടെ മുമ്പിലേക്ക് വെച്ചേ. അതിലേക്ക് നല്ല തുമ്പ് പോലത്തെ ചോറും നല്ല അവിയലും സാമ്പാറും പിന്നെ മറ്റെന്തൊക്കെയോ നല്ല അടിപൊളി കറികളും പിന്നെ മുരിഞ്ഞൊരു അയലവർ. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത പണിക്ക് പോവാട്ടോ. ഈ വണ്ടിയുടെ ടയർ കയറുമ്പോൾ ഭയങ്കര ഒച്ചപ്പാട്. അതിന്റെ ബയറിംഗ് മൊത്തത്തിൽ കംപ്ലൈന്റ് ആയതാണ്. അങ്ങനെ ടയറൊക്കെ അഴിച്ചെടുത്തു. അതിന്റെ ഇടയ്ക്ക് മറ്റൊരു പണി കിട്ടിയേ. നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. ഈ വണ്ടിയുടെ കംപ്ലൈന്റ് ഇതാണ്, അതിന്റെ സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പണി തുടങ്ങിയേ. അതിന്റെ ഇടയ്ക്ക് അപ്പച്ചന്റെ വണ്ടി തൂത്തുടച്ച് മിനുക്കി എടുക്കാനൊന്നും മറന്നില്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ വർക്ക് ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം 4 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെറിയൊരു ചായ കുടിച്ചിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത കോള് കിട്ടി കേട്ടോ. റോഡ് ഇച്ചിരി ദുഷ്കരമാണെങ്കിലും ഓടി പിടിച്ച് നമ്മൾ അവിടെ എത്തി കേട്ടോ. ആ വണ്ടിക്ക് അധികം പണിയില്ലായിരുന്നേ. ആ ടയർന്ന് മാറ്റി പുതിയ ടയർ കയറ്റണമായിരുന്നു. അങ്ങനെ ആ പണിയൊക്കെ തീർത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ അടുത്ത വർക്ക് എടുത്തു കേട്ടോ. വീണ്ടും അവിടുന്ന് അടുത്ത സൈഡിലേക്കുള്ള യാത്രയാണ്. ഈ വണ്ടിയുടെ വർക്ക് വേറെ ഒന്നുമില്ല. ഈ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് മൊത്തത്തിൽ പൊട്ടിപ്പോയി കേട്ടോ. ഇതൊന്ന് നമ്മളൊന്ന് വെൽഡ് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ വന്നു. അങ്ങനെ ആ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നല്ല സമയമായിരുന്നു കേട്ടോ. കിട്ടിയ കാശും കൊണ്ട് സന്തോഷത്തോടെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.